ഫസ്റ്റ് ടൈം പീരീഡ്സ് ആകുമ്പം വെജൈനയിൽ നിന്നായിരിക്കും ബ്ലഡ് വരുന്നത്, പാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എന്തായിരിക്കും യഥാർത്ഥത്തിൽ വരുന്ന ബ്ലഡ് ലോസ്, എത്ര എമൗണ്ട് ഓഫ് ബ്ലീഡിങ് ഉണ്ടാവും, ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അത് മാത്രമല്ല എന്താണ് കോൺട്രസെപ്ഷൻ, ഹൗ ടു കൺസീവ്, ഇതിനെക്കുറിച്ചൊന്നും മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ മാരേജിൻ്റെ തലേദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ നോളജ് പോലും ഉണ്ടാവില്ല. അത് ഒരു കാര്യമാണ് അമ്മമാർ നോക്കേണ്ടത്. ജെൻസി ഈസ് എ ലിറ്റിൽ ബിറ്റ് മോർ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ മെനോപോസ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ്. ഇന്ന് ഇൻറ്റിമേറ്റ് ഹൈജീൻ ആൻഡ് പീരിയഡ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഒരു കോവിഡ് കാലത്ത് PPE കിറ്റിനുള്ളിൽ തൻ്റെ പീരിയഡ്സ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് സെൻസി കെയർ എന്ന് പറയുന്ന ഒരു സംരംഭം കൂടെ തുടങ്ങി അതിൻ്റെ CEO മാറിയിട്ടുള്ള ഡോക്ടർ കസ്തൂരി ലാലാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ശരിക്കും നമുക്ക് പീരിയഡ്സുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ധാരണയുണ്ട് എന്നാണ് ചോദ്യം. ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് പീരീഡ്സ് ആവുകയാണെന്ന് വെച്ചോ, അപ്പോൾ പീരീഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? ലൈക്ക് മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ മദേഴ്സ് ആയിരിക്കും തരുന്നത്. അപ്പം അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടോ, കറക്റ്റാണോ കൊടുക്കുന്നത്? നമുക്ക് എന്തായിരിക്കും പറഞ്ഞു തരാം? ഫസ്റ്റ് ടൈം പീരീഡ്സ് ആകുമ്പം വെജൈനയിൽ നിന്നായിരിക്കും ബ്ലഡ് വരുന്നത്, പാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എന്തായിരിക്കും യഥാർത്ഥത്തിൽ വരുന്ന ബ്ലഡ് ലോസ്, എത്ര എമൗണ്ട് ഓഫ് ബ്ലീഡിങ് ഉണ്ടാവും, ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അത് മാത്രമല്ല എന്താണ് കോൺട്രസെപ്ഷൻ, ഹൗ ടു കൺസീവ്, ഇതിനെക്കുറിച്ചൊന്നും മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ മാരേജിൻ്റെ തലേദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ നോളജ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയുന്ന ഇന്ത്യയിൽ 1 in 2 women ഹാസ് അനീമിയ. അതിൻ്റെ കൂടെ തന്നെ കേരളത്തിൽ 1 in 3 women ഹാസ് അനീമിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ മേജർ വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടിംഗ് കോസസ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് പീരീഡ്സ്. ഇപ്പോഴും ഈ ജെൻസി കാലഘട്ടത്തിലും ദേ ആർ ലൈക്ക് മോർ അവെയർ എന്നെനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇപ്പം നമ്മളെ പോലെയല്ല, അവർ കുറച്ചും കൂടി ടെക് സാവിയാണ്. ജനിക്കുമ്പോൾ തന്നെ ഫോണ് കയ്യിൽ കിട്ടിയ കുറച്ച് കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും ഇൻഫർമേഷൻ ത്രൂ റീൽസ് ആയാലും ത്രൂ യൂട്യൂബ് ഷോർട്സ് ആയാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ മിസ്ഇൻഫർമേഷനും വരുന്നുണ്ട്. സോ അതവർക്ക് വെയിൻ ചെയ്ത് ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് ജഡ്ജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ജെൻസി ഈസ് എ ലിറ്റിൽ ബിറ്റ് മോർ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാം ഉദ്ദേശിക്കുന്നത് ആരാണോ ഗൈഡ് ചെയ്യുന്ന അമ്മയെങ്കിൽ അമ്മ അവർ പറഞ്ഞു കൊടുക്കണം കറക്റ്റായിട്ട് എന്താണ്. ഇപ്പം നമുക്ക് ബ്ലഡ് ലോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാഡ് എത്ര നേരത്തിൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ചോദിക്കുക നമ്മൾ എത്ര നേരത്തിലാണ് പാഡ് ചേഞ്ച് ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക. ക്ലോട്ട്സ് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം അത് ഒരു കാര്യമാണ് അമ്മമാർ നോക്കേണ്ടത്. വേറൊരു കാര്യം, ഇപ്പം അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് എന്താണ് നിങ്ങളുടെ ഫെർട്ടിലിറ്റി പീരിയഡ്, കോൺട്രസെപ്ഷൻ എങ്ങനെ ചെയ്യണം, അപ്പം നമുക്ക് ആ ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ പീരീഡ്സ് മാത്രമല്ല ആക്ച്വലി ഇൻറ്റിമേറ്റ് ഹെൽത്തിൽ വരുന്നത് ഒരാളുടെ ലൈഫും കൂടെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഒരാളുടെ ജോലി, കരിയർ എല്ലാം ഡിസൈഡ് ചെയ്യും. അപ്പം അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം. എവ്രിതിങ് റിഗാർഡിങ് പീരീഡ്സ് ഇൻക്ലൂഡിങ് ഓവുലേഷൻ ടൈമിങ്, ഫെർട്ടിലിറ്റി വിൻഡോ, എല്ലാത്തിനെ കുറിച്ചും പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കണം. ഒരു കുട്ടി എന്താണ് ബേസിക്കലി അവരുടെ ആദ്യത്തെ പീരിയഡ്സ് മുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ആദ്യത്തെ ഒരു വർഷം നമുക്ക് അങ്ങനെ സ്റ്റേബിൾ ആയിരിക്കില്ല, കറക്റ്റ് ആവില്ല എന്നൊക്കെ ഉള്ള വേഗമായിട്ടുള്ള ഇൻഫർമേഷനേ നമുക്കുള്ളൂ. അതിനെപ്പറ്റി എങ്ങനെയാണ് ഡയറക്ഷൻസ്? മെനാർക്കയിൽ 1-2 വർഷത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പീരീഡ്സ് റെഗുലർ ആയിരിക്കും എന്നൊന്നും. ആ സമയത്ത് ഫ്ലോ വേരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിങ്, കാരണം നമ്മുടെ ബോഡിയും ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് പീരീഡ്സ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HPO ആക്സസ്, ഹൈപ്പോതാലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സസ്, ഒരു ബ്രെയിൻ ഒവേറിയൻ കണക്ഷൻ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ദെയർ ഇസ് ഓൾസോ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, അതിൻ്റെ ഒരു ആക്ഷൻ വരുന്നുണ്ട്. FSH LH അതിൻ്റെ ആക്ഷൻ, ഒരു ഹോർമോണൽ ഇൻ്റർപ്ലേ ആണ് ഈ പീരീഡ്സിൽ വരുന്നത്. അത് ഒന്ന് നമ്മുടെ ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. പീരീഡ്സ് ഒന്ന് കുട്ടി അറിഞ്ഞു വരാനായിട്ടും ബോഡി അറിഞ്ഞു വരാനായിട്ടും ടൈം എടുക്കും. യൂഷ്വലി നമ്മൾ പറയുന്നത് ബ്ലീഡിങ് 2 to 7 days ഓഫ് ബ്ലീഡിങ് ആണ്. സൈക്കിൾ എന്ന് പറയുന്നത് 21 to 35 days വേരി ചെയ്യാൻ പറ്റും. എല്ലാവരും പറയാറുണ്ട് 28 days ആണ് ബ്ലീഡിങ്, 14th day ഓവുലേഷൻ. അത് അങ്ങനെയല്ല. ഇറ്റ് ക്യാൻ ഡിഫർ പേഴ്സൺ ടു പേഴ്സൺ. ഇതൊരു റേഞ്ചിലാണ് വരുന്നത്. 21 to 35 days ആണ് ആ സൈക്കിൾ വരുന്നത്. 2 to 7 days ഓഫ് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ലോസ് ക്യാൻ ബി അപ് ടു എന്ന് വെച്ചാൽ ഒരു 30 to 80 ml ഓഫ് ബ്ലഡ് ലോസ് ഇസ് ഓക്കെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു യൂഷ്വലി എത്ര ഫിൽഡ് ആയാലും ഇല്ലെങ്കിലും ഒരു 4 to 6 hours നമ്മൾ ചേഞ്ച് ചെയ്യണം. പക്ഷേ ഇപ്പോൾ 1-2 മണിക്കൂറിൽ പാഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ദാറ്റ് മീൻസ് യു ഹാവ് ഹെവി ബ്ലഡ് ലോസ്. അതാണ് അതിൻ്റെ ഒരു മീനിങ്. അതായത് അനീമിക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ ബ്ലഡ് ക്ലോട്ട്സ് എത്ര പാസ് ചെയ്യുന്നുണ്ട്. ചെറിയ ക്ലോട്ട്സ് ഇസ് ഓക്കെ, ബട്ട് ക്ലോട്ട്സ് ലാർജർ ദാൻ ദ സൈസ് ഓഫ് എ കോയിൻ.
അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ ക്ലോട്ട്സ് പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി എൻ അലാമിങ് ഫാക്ടർ. അതായത് ഇപ്പം പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേയിലോ സെക്കൻഡ് ഡേയിലോ വരെ അല്ലെങ്കിൽ തേർഡ് ഡേയിലോ വരെ ക്ലോട്ട്സ് വന്നാൽ കുഴപ്പമില്ലെന്നാണോ? അങ്ങനെയല്ല, ക്ലോട്ട്സ് ഓക്കെയാണ്, ചെറിയ സൈസിലുള്ള ക്ലോട്ട്സ് ആണ്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലോട്ട്സ് പാസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ക്ലോട്ടിൻ്റെ സൈസും നോക്കുക. ഇപ്പോൾ ഒരു കോയിൻ്റെ സൈസ് ഉള്ള ക്ലോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക. ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ബി എൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ ഹാവിങ് ഹെവി പീരിയഡ്സ്. ഈ പീരിയഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഈ 35 ഡേയ്സ് വരെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ 35 ഡേയ്സ് എന്നുള്ള ഒരു ഡേറ്റ് വെച്ച് നമ്മൾ പോകുന്നു. പക്ഷേ ഈ 35 ഡേയ്സ് എന്ന് ഉള്ള ഒരു 3-4 സൈക്കിളിന് ശേഷം പീരിയഡ്സ് ചേഞ്ച് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഒരു HP ആക്സസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം പീരിയഡ്സ് ഇൻ ബിറ്റ്വീൻ ഇപ്പം 18 ഡേയ്സിന് ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ വർക്കിംഗ് ആണെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടാണ്, കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എക്സാമിൻ്റെ ഒരു ടെൻഷനാണ്. അങ്ങനെയൊക്കെ ഇൻ ബിറ്റ്വീൻ വന്നാൽ അത് പേടിക്കേണ്ടതുണ്ടോ? അതോ വല്ലപ്പോഴും കൂടി അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അധികം പേടിക്കേണ്ട കാര്യങ്ങളല്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സസൈസിൻ്റെ റുട്ടീൻ മാറ്റി ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പീരിയഡ്സിനെ ഡിലേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ്, ഇപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ്സ് വന്നാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു സ്ട്രെസ് ഉണ്ടാകും, അതും പീരിയഡ്സിനെ ഡിലേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് വല്ലപ്പോഴും കൂടി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി ഇറഗുലറായി വരികയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യണം. ഈ ടുവേർഡ്സ് മെനോപോസിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെയുള്ള ഇറഗുലർ ആവാൻ ചാൻസസ് ഉണ്ട്. അത് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യമാണോ അതോ മെനോപോസിന്റെ ഒരു ലക്ഷണമാണെന്ന് കരുതി നമ്മൾ അതിനെ അങ്ങ് വിട്ട് കളയേണ്ട, എങ്ങനെയാണ് അതിന്റെ ഒരു ഡയറക്ഷൻസ്? മെനോപോസിൻ്റെ ടൈമിൽ ഇങ്ങനെ ഇറഗുലറായി വന്നു കഴിഞ്ഞാൽ, ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ഇറഗുലറായി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കൺസൾട്ട് ഡോക്ടർ ഇഫ് പോസിബിൾ. നിങ്ങൾ സ്വന്തമായിട്ട് മെനോപോസ് ആണെന്ന് ഡിസൈഡ് ചെയ്യാണ്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്ലീഡിങ് ഇൻ ബിറ്റ്വീൻ പീരിയഡ്സ് ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ബ്ലീഡിങ് ആഫ്റ്റർ ഹാവിങ് അല്ലെങ്കിൽ ആഫ്റ്റർ ബീയിങ് ഇൻറ്റിമേറ്റ് വിത്ത് എ പേഴ്സൺ ബ്ലീഡിങ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മെനോപോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മെനോപോസ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പീരിയഡ്സ് ആകുമ്പം എക്സ്ട്രീം പെയിൻ വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ ഇസ് ഓക്കെ. നമ്മൾ ഒരു ബെഡിൽ തന്നെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ്. കാരണം ഒരു കുറച്ച് പെയിനൊക്കെ നോർമലാണ്, പക്ഷേ അബ്നോർമലായിട്ട് ഒരുപാട് പെയിൻ സഹിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പെയിൻ നോർമലൈസ് ചെയ്യുന്നുണ്ട്, അതത്ര നോർമൽ അല്ല. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് നമുക്ക് പെയിൻ ആണെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ വേണം. അല്ലാതെ ചെറിയ പെയിൻ ആണെങ്കിൽ കാരണം ഇത് എൻഡോമെട്രിയോസിന്റെ ഒക്കെ ഒരു സിഗ്നലായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് ചെക്ക് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കും. ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം വരുമ്പം കാര്യം കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് അങ്ങോട്ട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ ആർക്കൊക്കെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഒരു സേഫ് ആയിട്ടുള്ളൊരു യൂസേജ്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏതൊരു പ്രൊഡക്റ്റ് ആയാലും, മെൻസ്ട്രൽ കപ്പ് ആയാലും, ടാമ്പോൺ ആയാലും, പാഡ് ആയാലും, പീരിയഡ് പാൻറ്റി ആയാലും, ഏത് പ്രൊഡക്റ്റ് ആയാലും പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് മെനാർക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ആയ ഏതൊരു കുട്ടിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും, ആസ് ലോങ് ആസ് ദേ ആർ അവെയർ അബൌട്ട് ഇറ്റ്. അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. ഒന്നെങ്കിൽ പേരൻസ് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്രം സ്കൂൾ അല്ലെങ്കിൽ ഫ്രം അവെയർനെസ് ക്ലാസ്സസ് അവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ പ്രത്യേകിച്ച് ഈ മെൻസ്ട്രൽ കപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വരുന്നൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരിയഡ്സ് ആവുന്ന കുട്ടികൾ ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും, അവർക്ക് കുറച്ച് പേടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും, കുറച്ചൊരു ഹാപ്പി ആയിരിക്കും. അവർ പീരിയഡ്സ് എന്താണെന്ന് അറിഞ്ഞ് വരുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. അപ്പം മെൻസ്ട്രൽ കപ്പ് കുറച്ച് ടെക്നിക്കാലിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പീരിയഡ്സ് ആകുമ്പോൾ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് മെൻസ്ട്രൽ കപ്സ്. അവരുടെ പീരിയഡ്സ് അറിഞ്ഞ് കഴിഞ്ഞ് ഒരു 2-3 സൈക്കിൾസ് കഴിയുമ്പം ജസ്റ്റ് അഡ്വൈസ് ഓൺ ഹൗ ടു യൂസ് എ മെൻസ്ട്രൽ കപ്പ്, കറക്റ്റ് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക, ആൻഡ് ദെൻ ദേ ക്യാൻ ട്രൈ എ മെൻസ്ട്രൽ കപ്പ്. ഈ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പലരും പറഞ്ഞു തരുന്നത് കാണുന്നുണ്ട്. നമുക്ക് ആ ഒരു മെത്തേഡിൽ കൂടെ തന്നെ അത് നോക്കിയാൽ മതി, അതോ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ട് നേരിട്ട് അവരിൽ നിന്ന് ഡയറക്ഷൻസ് എടുക്കുക? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കപ്സിൽ തന്നെ പല സൈസുണ്ട്, അപ്പോഴും നമുക്ക് കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലരും പല അഭിപ്രായങ്ങളാണ് പറയുക, അധികം നമുക്ക് ടെൻഷൻ തരുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അതെങ്ങനെയാണ് അത് തീരുമാനിക്കേണ്ടത്? ഇപ്പം ഞാൻ കപ്സിൻ്റെ സൈസിങ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കപ്സ് 3 സൈസിലാണ് യൂഷ്വലി വരുന്നത്, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. ആൻഡ് സ്മോൾ ഇസ് യൂഷ്വലി റെക്കമെൻഡഡ് ഫോർ ടീനേജേഴ്സ്, ഫസ്റ്റ് ടൈമേഴ്സിനൊക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. ആൻഡ് മീഡിയം ഇസ് ഫോർ സെക്ഷുവലി ആക്റ്റീവ് പീപ്പിൾ അബവ് 18 ഇയേഴ്സ്, ഒരു കുറച്ച് മോഡറേറ്റ് ഫ്ലോ ഉള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് നോർമൽ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല, സിസേറിയൻ സെക്ഷനൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് മീഡിയം സൈസ് റെക്കമെൻഡ് ചെയ്യാറ്. ആൻഡ് ഇപ്പോൾ ലാർജ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഒരു 2-3 വെജൈനൽ ഡെലിവറി കഴിഞ്ഞു അല്ലെങ്കിൽ നല്ല ഹെവി ഫ്ലോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ലാർജ് സൈസ്
കപ്സ്. ഇതാണ് സൈസിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത്. ഈ കപ്പ് ബേസിക്കലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കൺഫ്യൂഷൻ സ്ഥിരമായിട്ട് നമുക്കുണ്ട്. കാര്യം കപ്പ് ആസച്ച് കാണുമ്പം അതിൻ്റെ ഒരു വലിപ്പവും നമ്മുടെ ബോഡീനെ പറ്റിയുള്ള നമ്മുടെ ഒരു ധാരണയും എല്ലാം കൂടെ നമുക്ക് കൺഫ്യൂഷനാണ്. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാൻ പറ്റും? ഇതാണ് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ കപ്പിൻ്റെ പാർട്സ് ഞാനൊന്ന് പറയാം. ഇതാണ് കപ്പിൻ്റെ റിമ്മ്, ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ കപ്പ് ആൻഡ് ദീസ് ആർ ദ ഗ്രിപ്പ് റിങ്സ്. ഇതിനെയാണ് നമ്മൾ ഗ്രിപ്പ് റിങ്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റെമ്മ്. താഴെ സ്റ്റെമ്മിൻ്റെ താഴെ കപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മിൻ്റെ താഴെ ഒരു റൗണ്ട് ഷേപ്ഡ് നോബ് ഉണ്ടാവും ഫോർ ഈസി ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ കപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡോണ്ട് പാനിക്. ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യുക, സ്വന്തമായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് തിങ് ഇസ് ക്ലീൻ ദ ഹാൻഡ്സ്, എന്ന് വെച്ചാൽ ഹാൻഡ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പോൾ ഹാൻഡ്സ് ക്ലീൻ ചെയ്ത് കപ്പ് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുക എന്നുള്ളതാണ്. രണ്ട് പൊസിഷൻസാണ് യൂഷ്വലി ഉള്ളത്. ഒന്നെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ സ്ക്വാട്ട് ചെയ്തിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെഗ് റേസ് ചെയ്ത പൊസിഷനിൽ വെച്ചതിന് ശേഷം കപ്പ് ഫോൾഡ് ചെയ്ത കപ്പ്. എങ്ങനെയാണ് കപ്പ് ഫോൾഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 മെത്തേഡ്സ് ഓഫ് ഫോൾഡിങ് കാണിക്കാം. ഫസ്റ്റ് സി ഫോൾഡ്, അത് ജസ്റ്റ് ഹാഫ് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. കണ്ട സി പോലെ ഇരിക്കും. ദിസ് സി ഫോൾഡ് ഓർ യു ഫോൾഡ്. ഇല്ലെങ്കിൽ പഞ്ച് ഡൗൺ ഫോൾഡ്, താഴോട്ട് പഞ്ച് ചെയ്ത് വയ്ക്കാം. പഞ്ച് ഡൗൺ, ഇതിനാണ് പഞ്ച് ഡൗൺ ഫോൾഡ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോൾഡ് പഞ്ച് ഡൗൺ ഫോൾഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത കപ്പ് വെജൈനയ്ക്കുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. 90 ഡിഗ്രി ആംഗിളിലല്ല ഇൻസേർട്ട് ചെയ്യുന്ന, വെജൈന ഒരു 45 ഡിഗ്രി, ഇങ്ങനെയല്ല ഇരിക്കുക, 45 ഡിഗ്രിയിലാണ് ഇരിക്കുക. അപ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വിട്ടു കൊടുക്കുക. ഇത് വിടുമ്പം ഒരു പോപ്പ് സൗണ്ട് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇതേപോലെ പോപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മളിപ്പോൾ ഒരു 6-8 മണിക്കൂർ യൂസ് ചെയ്യാണ്. കപ്പ് നമുക്ക് 12 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫിംഗർ വീണ്ടും ഹാൻഡ്സ് നന്നായിട്ട് ക്ലീൻ ആക്കുക. എന്നിട്ട് ഒരു ഫിംഗർ ഒന്ന് ഈ നമ്മൾ നോബിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കപ്പിനെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോകുമ്പം അവിടെ ഗ്രിപ്പ് റിങ്സ് ഉണ്ടാവും. ഈ ഗ്രിപ്പ് റിങ്സിൻ്റെ അവിടെ പിടിച്ച് പിൻ ചെയ്യുക. ഒരിക്കലും ഈ സ്റ്റെമ്മിൽ പിടിച്ച് താഴോട്ട് ഇങ്ങനെ വലിക്കരുത്. കാരണം കപ്പ് അവിടെ ഇരിക്കുന്നത് സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം എന്നുള്ളൊരു ഫോഴ്സ് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രിപ്പ് റിങ്സിൻ്റെ അവിടെ പിടിക്കുക, സക്ഷൻ റിലീസ് ചെയ്യുക. എങ്ങനെയാണ് സക്ഷൻ റിലീസ് ആവുന്നത്? ഇവിടെ കപ്പും വെജൈനയായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ ഗ്രിപ്പ് റിങ്സിൽ പിടിച്ചിട്ട് പിൻ ചെയ്യുമ്പം ഈ കോണ്ടാക്റ്റ് വിടുകയും സക്ഷൻ റിലീസ് ആവുകയും ചെയ്യും. അതിനുശേഷം പയ്യെ കപ്പ് വിഗിൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാം. ഇറ്റ്സ് ആസ് ഈസി ആസ് ദാറ്റ്. സോ ദിസ് ഇസ് ദ ഇൻസേർഷൻ ആൻഡ് റിമൂവൽ ഓഫ് എ കപ്പ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം പറയുമ്പം എത്ര വട്ടം സ്റ്റെറിലൈസ് ചെയ്യണം ബേസിക്കലി? ബേസിക്കലി സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് 2 അവസരങ്ങളിൽ മാത്രമാണ്. ഒന്ന്, ആദ്യമായി നമുക്ക് പീരിയഡ്സ് ആയി നമ്മൾ കപ്പ് യൂസ് ചെയ്യാൻ പോകുന്നു, ആ ഒരു ടൈമിൽ സ്റ്റെറിലൈസ് ചെയ്യണം. നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞ് ഇനി കപ്പ് മാറ്റി വെക്കാൻ പോകുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്ന ടൈമിൽ മാത്രം സ്റ്റെറിലൈസ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിപ്പോൾ കപ്പ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് വീണ്ടും റീഇൻസേർട്ട് ചെയ്യാൻ പോകണം. ആ സമയത്ത് വെറും വെള്ളം വെച്ചിട്ടൊന്ന് കഴുകുക. ഇല്ലെങ്കിൽ pH ബാലൻസ്ഡ് കപ്പ് വാഷസ് കിട്ടും, കപ്പ് വാഷസ് ഉപയോഗിക്കുക. ഒരിക്കലും സോപ്പ് നിങ്ങളുടെ കപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ വെജൈനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെജൈനയിൽ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അത് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെജൈനയുടെ അസിഡിക് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ അസിഡിക് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് വരുന്നതിൽ നിന്നും ഒരു ഡിഫെൻസ് മെക്കാനിസം നമുക്ക് തരും. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ pH ബാലൻസ് ഡിസ്റപ്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ട് അതായത് അവിടുത്തെ അന്തരീക്ഷം ആകെ മാറ്റിമറിക്കും. അതേപോലെ തന്നെ നമ്മൾ വെജൈനയിൽ ഒരിക്കലും സോപ്പും ഇൻറ്റിമേറ്റ് വാഷും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പം വെജൈന എന്ന് വെച്ചാൽ ഉള്ളിലത്തെ ഭാഗമാണ് കേട്ടോ. അല്ല, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ഒന്ന്. പിന്നെ ഈ കാര്യം പറഞ്ഞതിൽ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, മാം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് കൃത്യമാണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പും പീരിയഡ്സിന് ശേഷവും മാത്രം 2 അവസരങ്ങളിൽ മാത്രം ചെയ്താൽ മതി. സ്റ്റെറിലൈസ് ചെയ്താൽ മതി. നോർമൽ റണ്ണിങ് വാട്ടറിൽ വാഷ്, വെറും റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഇൻ ബിറ്റ്വീൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇട്ട് തിളപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതിന്? സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്ക് മെയിൻലി 3 മെത്തേഡ്സ് ആണ് വരുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു പോട്ട്, വീട്ടിലെ ചായപാത്രം എടുക്കേണ്ട അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു പോട്ട് എടുക്കുക. അതിൽ വെള്ളം ബോയിൽ ചെയ്യുക. എന്നിട്ട് ബോയിലായ വെള്ളത്തിൽ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മെൻസ്ട്രൽ കപ്പ് അതിലിടുക. അല്ലെങ്കിൽ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്ന വാട്ടറിൽ മെൻസ്ട്രൽ കപ്പ് ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റെറിലൈസർ യൂസ് ചെയ്യുക. കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ബോയിൽ ചെയ്ത വാട്ടർ ഓൾമോസ്റ്റ് 3/4 ഫില്ല് ചെയ്തതിന് ശേഷം കപ്പ് ഇതിനുള്ളിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് ഒരു 3 to 5 minutes വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താലും ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്നതാണോ വേറൊരു ഡിവൈസ്? ഇത് നമുക്ക് കോമ്പോസ് ആയിട്ടും കിട്ടാറുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി വാങ്ങാനായിട്ടും
കിട്ടാറുണ്ട് യൂഷ്വലി. പിന്നെ വരുന്നത് സ്റ്റീം സ്റ്റെറിലൈസറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഹൈജീനിക് ആയിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ വരുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഈസിയർ മെത്തേഡാണ്. നമുക്കൊരു 5 ml വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സ്റ്റീമിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അവിടെ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇലക്ട്രിക്കാണ്, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്റ്റെറിലൈസ് അത് അത്രയും എളുപ്പമുള്ള പരിപാടിയാണ് ഇതിനുള്ളത് അല്ലേ ബേസിക്കലി. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം ഈ സക്ഷൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പം മേ ബി തുടക്കക്കാർക്ക് നമ്മളിത് അഡ്വൈസ് ചെയ്യുമ്പോൾ മിക്കവാറും പാരൻസിന് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, മിക്കവാറും മാം കേട്ടിട്ടുണ്ടാവും സക്ഷൻ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും സക്ഷൻ മൂലം നമ്മുടെ ഇന്റേണൽ പാർട്സിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. കാര്യം കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതുകൊണ്ട് അതിലെന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഇപ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ വരുന്നൊരു ഡൗട്ടാണിത്. ആദ്യം ചോദിക്കുന്നത്, നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ മെൻസ്ട്രൽ കപ്പ് അവിടെ ഇരിക്കുന്ന സക്ഷൻ അല്ലെങ്കിൽ വാക്യൂം എന്ന് വെച്ചിട്ടുള്ള ഫോഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ യൂട്രൈൻ പ്രൊലാപ്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ 4-5 വെജൈനൽ ഡെലിവറി കഴിഞ്ഞു, മസിൽസ് ഒക്കെ ഒന്ന് വീക്കായി. മെയിൻലി മസിൽ വീക്ക്നെസ് ആണ് ഇതിൻ്റെ കാരണം. പിന്നെ ലിഗമെൻസ് ഒക്കെ ഒന്ന് വീക്കാവുന്നതാണ് കാരണം. ഇത് നിങ്ങളുടെ മസിൽ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഈ സക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫോഴ്സാണ്. അതിനൊരിക്കലും ഇത്രയും സ്ട്രെങ്ത് ഉള്ളൊരു സാധനത്തിനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഓൾറെഡി യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ള ആൾക്കാർ കപ്പ് യൂസ് ചെയ്യരുത് എന്ന്. എന്തുകൊണ്ടാവാം? ഓൾറെഡി യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ളപ്പോൾ കപ്പിന് അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ല. കാരണം ഓൾറെഡി യൂട്രസ് താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളെങ്ങനെ കപ്പ് യൂസ് ചെയ്യും? പറ്റില്ല. പിന്നെ ഓൾറെഡി വീക്ക് മസിൽസ് ഉള്ളപ്പം ഒരു കുഞ്ഞ് ഫോഴ്സ് പോലും കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യേണ്ടെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഒരാൾ കപ്പ് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും യൂട്രൈൻ പ്രൊലാപ്സ് വരില്ല. വേറൊന്നും അതിനകത്ത് പേടിക്കാനും ഇല്ല. സക്ഷൻ എന്ന് പറയുന്ന വിഷയം കൊണ്ട് ഒന്നും പേടിക്കാനില്ല. മാം, പിന്നെ ഇതിൽ എനിക്കൊരു വളരെ മർമ്മപ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അതായത് നമ്മുടെ കാലത്ത് ജെൻസി ജനറേഷനാണെന്ന് പറഞ്ഞാലും ഇപ്പം ടാമ്പൂണിൻ്റെ യൂസേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പാണ്. അപ്പം മേ ബി നമുക്ക് അതിനെപ്പറ്റി അത്രയും ഒരു ഇതൊന്നും അങ്ങനെ വിവാഹം കഴിഞ്ഞവർ മാത്രം ഉപയോഗിക്കുക, സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ളവർ മാത്രം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡിഫോൾട്ടായിട്ട് വിവാഹം കഴിഞ്ഞവർ എന്നുള്ളൊരു സാധനം വരിക. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വേണ്ടാത്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കപ്പ് പോലെയുള്ള യൂസേജ് നമുക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്ന അതായത് ആ കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് മുമ്പ് മുതലേ ഉള്ള കന്യാചർമ്മം അഥവാ ഹൈമൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. ബേസിക്കലി അങ്ങനൊരു സംഭവം ഉണ്ടോ? മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈമന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഹൈമൻ ഇസ് ദെയർ. വാട്ട് ഇസ് ഹൈമൻ? ഇറ്റ്സ് ജസ്റ്റ് തിൻ സ്ട്രെച്ചി ടിഷ്യൂ, ഒരു വെസ്റ്റീജ് സാധനം, ദാറ്റ്സ് ജസ്റ്റ് ദെയർ. ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ ഹൈമൻ ഉണ്ടാവാറില്ല. പിന്നെ ഹൈമൻ ഫസ്റ്റ് ഇൻറ്റിമേറ്റ് ആയതിനു ശേഷം ബ്രേക്ക് ആവാണ്ട് അവിടെ തന്നെ റിമെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ഹൈമനോ. ഇപ്പോൾ ചിലർക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്താൽ തന്നെ ഹൈമൻ ബ്രേക്ക് ആവാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രെനസ് ആക്ടിവിറ്റീസ്, ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ്, ചിലപ്പോൾ ഡാൻസിങ് ചെയ്താലും ഹൈമൻ ബ്രേക്ക് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഈ വേർജിനിറ്റിയും ഹൈമനുമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു കോറിലേഷനും ഇല്ല. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ, അത് ഒരു കൈൻഡ് ഓഫ് ഒരു പേട്രിയാർക്കൽ കോൺസെപ്റ്റാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെറുതെ വിമനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഹൈമനും വെർജിനിറ്റി ആയിട്ടൊരു ബന്ധമില്ല. പിന്നെ ഐ പേഴ്സണലി ഡു നോട്ട് അഗ്രി വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് വെർജിനിറ്റി ഓൾസോ. സോ ഇതൊരു സോഷ്യൽ കോൺസെപ്റ്റാണ്, ഒരു മെഡിക്കൽ കോൺസെപ്റ്റ് അല്ലെന്നാണ് എൻ്റെ ഒരു ഉത്തരവ് ഇതിന്.